ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്മിത പട്ടാമ്പി. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാൻ പറ്റുന്ന ഒരു ഓട്സ് ഇഡ്ഡലിയുമായിട്ടാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് സഫോള ഓട്സാണ്. ഹെൽത്തിയാണ്. അരിയും ഉഴുന്നും അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് ഇഡ്ഡലി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഓട്സ് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് ഓട്സ്, 1/2 കപ്പ് റവ, 1/4 കപ്പ് തൈര്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് 1 കപ്പ് ഓട്സ് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായി വറുത്തെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിയണമെന്നില്ല, ഒന്ന് പതുക്കെ പൊടിഞ്ഞാൽ മതി. അതുപോലെ റവയും ഒന്ന് നന്നായി വറുത്തെടുക്കണം. ശരി, നമുക്കിത് വറുത്തെടുക്കാം. ഓട്സ് ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ മൊരിഞ്ഞിരുന്നാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. റവയും ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഓട്സ് ഇവിടെ വറുത്ത് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്തെടുത്ത റവയും ചേർക്കാം. കാൽ കപ്പ് തൈര് ചേർക്കാം. നല്ല പുളിയുള്ള തൈരാണ്, അതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ എണ്ണ പുരട്ടി നമുക്ക് വേവിച്ചെടുക്കാം. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കലക്കി വെച്ചത് 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാം. ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കും BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ അസുഖമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഓട്സ് ഇഡ്ഡലി. ഉണ്ടാക്കാൻ എളുപ്പമാണ്. അരി ഉഴുന്നും ഒന്നും അരച്ച് ബുദ്ധിമുട്ടേണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Okay, thanks for watching.